ഹലോ. അപ്പോ കണ്ണാടിന്റെ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോലെ അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആയിട്ട് അവരുടെ ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് അവരിങ്ങനെ വരികയാണ്. അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ മൊസായിക്കിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പതുക്കെ വരികയാണ്. ടീം മുന്നോട്ട് നമുക്കിങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ആരായി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ഒരു കോഫി, ഞാൻ കുറച്ചൊരു കോഫി ഫാനാണ്. അപ്പോൾ അവിടുത്തെ ആ കാര്യങ്ങൾ ആ കോഫി ഒന്ന് കുടിക്കാൻ പോകണമെന്നുണ്ട്. കോഫി ഒന്ന് കുടിച്ചോക്കട്ടെ. ബാക്കി കാര്യങ്ങൾ ആരൊക്കെയോ നോക്കുന്നുണ്ട്. ഇപ്പൊ തൊലിക്കട്ടി കൂടിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ആരെന്ത് വിചാരിച്ചാലും നമുക്കൊരു പുല്ലുമില്ല എന്നുള്ളൊരു മൈൻഡിലാണ് പോകുന്നത്. അപ്പോ ഇതിലെങ്ങട്ടെ ഭയങ്കര സ്പീഡിലാണല്ലോ പോണത്. പിന്നെ അപ്പൊ എന്തായാലും അവരെ ഇനീഷ്യേറ്റീവ് എന്തായാലും അടിപൊളിയാവട്ടെ, തീർക്കട്ടെ. പിന്നെ ആദ്യം അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ ഒരു ചെറിയൊരു കാര്യം നല്ല ഇങ്ങനെ പോയി നോക്കാം. നിഹാലേ, ഇവാ, അതായത് ഈ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാൻ എന്താ ചെയ്യല്? ഏറ്റവും ഹാപ്പി ആയിട്ട് ക്യാമറ അവിടെ. എന്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ എന്താ ചെയ്യല്? ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. എന്താ ചെയ്യാൻ ഇഷ്ടമുള്ള എന്താ ചെയ്യാ ഡിപ്പെൻസ് ഓൺ ദി ടൈംസ് ആൻഡ് ഡിപ്പെൻസ് ഓൺ ദി ഏത് സമയത്തും ചെയ്യണമെന്ന് ഏത് സമയത്തും ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ജനറലി മോസ്റ്റ് ഓഫ് ഓൾ ടൈം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഫുഡ് കഴിക്കും. അതായത് നല്ല സന്തോഷം വരുമ്പോ ഫുഡ് കഴിക്കും. പക്ഷെ കുറെ ഒന്നും കഴിക്കൂല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ വെച്ചാൽ രണ്ടാമത് ഇഷ്ടപ്പെട്ടു പറഞ്ഞത് എല്ലാം ഇഷ്ട, എല്ലാ ഫുഡും കഴിക്കും. ഇപ്പൊ എനിക്ക് അതേ തോന്നുള്ളൂ. പിന്നെ 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 കൊറേ റീല് കാണാൻ ഭയങ്കര ഇഷ്ടം. റീല് കാണാൻ വായിക്കാറുണ്ട്. വായിക്കും. ഏതാ ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ വെച്ചാല് നമ്മളെ എന്താ പറയാ ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ എനിക്ക് ഇവരെ പുസ്തകങ്ങൾ KR മീരന്റെ പുസ്തകങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. പുതിയതൊന്നും ഞാൻ വായിച്ചില്ല. ഞങ്ങള് കുറച്ചൊരു മുമ്പത്തെ ആ കൊറോണ ടൈമിലൊക്കെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, ഇങ്ങനെ 100 ബുക്സ് വായിച്ചു തീർക്കുക എന്നുള്ള. ആ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചത്. അപ്പൊ പിന്നെ ശരിക്കും ഫിലിംസ് ഒക്കെ കാണുന്നതിനാട്ടിലും കൂടുതൽ നല്ല ഫിലിം. പക്ഷെ ബുക്സ് വായിക്കാൻ എന്താ വെച്ചാൽ കുറെ ടൈം വേണ്ടി വരുന്നതാണ്. അപ്പൊ ഇപ്പത്തെ ഈ ഒരു ടൈമിൽ നമുക്ക് പുസ്തകം അങ്ങനെ വായിക്കാൻ കുറെ ടൈമൊന്നും കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അധികം ഇങ്ങനെ സിനിമകളും ഇതൊക്കെയാണ് കാണാൻ. എങ്കിലും പുസ്തകം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ ബുക്കൊക്കെ വായിച്ചു തുടങ്ങി. ഈ ഒരു 6ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് മുതൽ ഞാൻ വായന ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. വായിച്ചു തുടങ്ങാൻ പറയുമ്പോൾ ഞാൻ ആദ്യത്തിലൊക്കെ ഞാൻ ഫസ്റ്റ് വായിച്ച ബുക്ക് എനിക്ക് പോയി ഓർമ്മയുണ്ട്, ഒരു അക്ഷരം തെറ്റിയാൽ എന്നുള്ളത്. ഒരു രാജാവും പഠനമായിട്ടുള്ള അങ്ങനെ ഒരു കഥയാണ് പോകുന്നത്. പിന്നെ പിന്നെ ബാലസാഹിത്യത്തിലേക്ക് വന്ന്, പിന്നെ നോവല്, പിന്നെ ക്രൈം ത്രില്ലർ, ഹൊറർ. 6ാം ക്ലാസ്സില് അത് ഈ അടുത്ത വായിച്ചത്. പക്ഷെ ഞാൻ അന്ന് വായിച്ചു പറഞ്ഞാല് എനിക്ക് ഷെർലക് ഹോംസ് ഭയങ്കര ഇഷ്ടമായി. എല്ലാ ബുക്കും എല്ലാ വോളിയൂംസും വായിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇതുണ്ടല്ലോ ഡ്രാക്കുള, അത് ഭയങ്കര ഇഷ്ടം. അതിന്റെ ഒരു വേ ഓഫ് നറേഷൻ. ഒരു 6ാം ക്ലാസ്സിലുള്ളപ്പോ ഏകദേശം ഒരു ധാരണ മനസ്സിലായി. ഭയങ്കര വൈബാണത്. പിന്നെ ഈ ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞാല് അന്ത കാലത്ത് ഇതെങ്ങനെയാണ്, പിന്നെയാണ് ഷെർലക് ഹോംസ് 2 ആണ് സൈക്കോളജിനെ കുറിച്ചും ഈ ഒരു പാർട്ടിനെ കുറിച്ചും ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വെറുതെ ഇരിക്കാണ്ട് നല്ല എന്തെങ്കിലും എൻഗേജ്ഡ് ആവുക. യാത്ര ആയിട്ടോ, സൈക്ലിംഗ് യാത്ര ഒന്ന് ഗ്രൂപ്പായിട്ടൊന്ന് യാത്ര ചെയ്ത സിറ്റുവേഷൻ ഏതാണ്? അടപ്പൂരി പോയിട്ട് അങ്ങോട്ട് ലോക്കായി അവിടെ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള സാഹചര്യം അങ്ങനെ വല്ലാതെ ഉണ്ടായിട്ടില്ല. എങ്ങനെ ആയാലും നമ്മള് റിക്കവർ ചെയ്യണം നോക്കുക. എന്ത് സംഭവിച്ചാലും നമ്മള് പോണ ആ സിറ്റുവേഷനിൽ നമുക്ക് അവിടുന്ന് നമ്മൾ അത് ഹാപ്പി ആക്കി എടുക്കുക. എന്ത് ആ ബാഡ് മൊമെന്റ് ആണെങ്കിലും അതിന് നമ്മൾ റിക്കവർ ചെയ്യാനോ അത് എങ്ങനെ ഹാപ്പി ആക്കി എടുക്കാന്നുള്ളത് നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഒറ്റ ഒരു ചടഞ്ഞു കൂടി ഇരിക്കാതിരിക്കുക. എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക. എന്തെങ്കിലും ആയിട്ട് ഒന്നെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ യാത്ര ആയിട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് നിന്നാൽ മതി. വെറുതെ ഇരിക്കുവാണെങ്കിൽ പല ഡിപ്രഷനും കാര്യങ്ങളും വരാൻ നോക്കാം. എൻഗേജ്മെന്റ്സ് ആവുക, എല്ലാ ദിവസവും പർപ്പസ്ഫുൾ ആവുക. അതാണ് മൈൻഡ് വെറുതെ ഇരിക്കാനുള്ള ഇത് കൊടുക്കാന്ന് മതി മൈൻഡിന്. എപ്പോഴും എന്തെങ്കിലും ആയിട്ട് ഞാനിപ്പോ എല്ലാ ദിവസവും ഇന്നിപ്പോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത്ര മണി വരെ ഒരു കാര്യം. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഒന്നും ഇട്ടില്ല മൊസായിക്ക്. അത് ഇനി തിരിച്ചു പോകാൻ ഇപ്പൊ എന്തായാലും നമ്മൾ നേരം വൈകും, ഉറപ്പാണ്. ഏകദേശം കാര്യം ക്ലിയർ ആയി വൈകുന്നുള്ളത്. അപ്പോ ഇന്ന്
ഇവിടെ വരുന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, പിന്നെ എല്ലാവരും കൂടെ ചില്ല് ചെയ്യുന്നു. നമുക്ക് റിലാക്സേഷനും പിന്നെ പറ്റുകയാണെങ്കിൽ വ്ളോഗ് എടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും മൂഡ് പോയി കഴിഞ്ഞാൽ ഒരു യാത്ര പോലെ ആ യാത്രയിൽ ചെറിയൊരു ഊട്ടി പോയി കൂടുതലോ ചെറിയ രീതിയിലൊന്ന് യാത്ര പോയി കഴിഞ്ഞാൽ തന്നെ കുറെ സെറ്റ് ആവും, മൈൻഡ് സെറ്റ് ആവും യാത്ര. ഓക്കെ, എന്തായാലും നമുക്ക്